മറ്റൊരു കാര്യം, നമ്മുടെ സോണിയ മൽഹാർ ഒരു നടന്റെ പേര് പറയാതെ ഇരുന്നു ആദ്യം. അതിനുശേഷം അവരെ പേര് പറഞ്ഞു. എന്തായാലും അവരത് പറയാതിരുന്നതിന്റെ ഒരു കാരണം അവർ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ കുടുംബം നന്നായിട്ട് ജീവിച്ചു പൊക്കോട്ടെ, അദ്ദേഹം ക്ഷമ പറഞ്ഞതാണ്. അപ്പൊ എന്താ നമ്മൾ വിചാരിക്കുന്നത്, സാധാരണക്കാരെ എല്ലാ സ്ത്രീകളും വിചാരിക്കുന്ന, അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റിപ്പോയി, ക്ഷമ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് അതിന് ഒരു മനസ്താപമുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ നമ്മളൊരു തിരുത്തൽ വരുത്തണം. ഇങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യം നമ്മൾ ആദ്യമേ പുറത്ത് പറയണം. കാര്യം ഇവര് ഹാബിച്വൽ ഒഫൻഡേഴ്സ് ആണ്. ഇവർ സോറി പറഞ്ഞ് വീണ്ടും വീണ്ടും ഇത്തരം ക്രൈംസ് ചെയ്യും. അതുകൊണ്ട് തീർച്ചയായും ഇവരുടെ പേരുകൾ പുറത്ത് പറയേണ്ടത് തന്നെയാണ്. എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു കേസുണ്ട്. ഇദ്ദേഹം വൈഫിന്റെ നാത്തൂനെ കയറി പിടിച്ചു, അവരോട് ഇതുപോലെ സോറി പറഞ്ഞു, ഓക്കെ പോട്ടെ എന്ന് കരുതി അവരത് വിട്ടുകളഞ്ഞു. പക്ഷെ ഏറ്റവും അടുത്ത സാഹചര്യത്തിൽ അവർക്കെതിരെ ഇയാള് മോശമായിട്ട് പറഞ്ഞു. കാരണം എന്താ, കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കുമേ. അപ്പോൾ ഇതുകൊണ്ട് ഇവരെ ഒന്നും വിട്ടുകളയാൻ പാടില്ല. ഇവരെല്ലാം ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണ്, വീണ്ടും വീണ്ടും ഒഫൻസസ് ചെയ്തുകൊണ്ട്